എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഗുഡ് മോർണിംഗ് സോങ് കഴിയുമ്പോഴേക്കും കാണിക്കുന്നത് നമ്മുടെ അനീഷ് അവിടെ മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ ബെന്നിയും അനുവും കൂടി വന്ന് സംസാരിക്കുവാണ്. ചേട്ടൻ എന്താ ഒരാളെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു പറയാൻ അറിയാൻ പാടില്ലേ? ഞങ്ങളെയൊക്കെ എന്തിനാ അവഗണിക്കുന്നത്? ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് മാറി കിടക്കുന്നതെന്നൊക്കെയുള്ളൊരു ചർച്ചയാണ് അവിടെ. ഇതിന് അനീഷൊന്നും മറുപടിയൊന്നും പറയുന്നില്ല. അനീഷ് അങ്ങനെ മാവിളക്കിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് പറയുന്നത്, എനിക്ക് തോന്നിയാലേ ഞാൻ പറയത്തുള്ളൂ, നിങ്ങളെന്തിനാ എൻ്റെ വഴിമുടക്കി നിങ്ങളൊക്കെ ഇടക്ക് വന്ന് നിൽക്കാറില്ലേ? ഞാൻ ഗുഡ് മോർണിംഗ് അപ്പോൾ ചേട്ടന് തോന്നുമ്പോഴല്ല ഗുഡ് മോർണിംഗ് പറയേണ്ടത്. ഒരാളെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാനുള്ള സാമാന്യ ബോധം വേണം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ചർച്ചയാണ് അവർ. അത് കഴിയുമ്പോഴേക്കും കാണിക്കുന്നത് നമ്മുടെ അനുമോളുടെ കരച്ചിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ നമ്മുടെ ശരത്തിൻ്റെ കുളുക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, മരുന്ന് മെഡിക്കൽ റൂമിൽ വിളിച്ചു പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ശരത്തും അത് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും മെഡിക്കൽ റൂമിൽ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ചൂട് പിടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയും, അത് ചൂടൊക്കെ പിടിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഇതിൻ്റെ ഇടയിൽ കയറി അനുവിന് ചൊറിയാൻ നോക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ മരുന്നൊന്നും വേണ്ടേ, മെഡിക്കൽ റൂമിൽ വിളിക്കണ്ടേ? അപ്പോൾ പറയും, ഇതിനൊക്കെ ചൂട് പിടിച്ചാൽ മതി. അപ്പോൾ പറയും, ഇതൊക്കെ നിസ്സാര കാര്യമുള്ളൂ, ചൂട് പിടിച്ചാൽ ശരിയാവുമെന്നാണ് അനുമോൾ അപ്പോഴും പറയുന്നത്. അപ്പോൾ പിന്നെ ഡോക്ടർമാരൊക്കെ ഡോക്ടറിൻ്റെ ആശുപത്രിയിൽ പോയി അവർ മരുന്ന് തരുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതവർ വെറുതെ കുറിച്ച് തരുന്നതല്ലേ, ഇത് ചൂടിട്ടാൽ മതി, അത് ശരിയാവും എന്ന് പറയും. അപ്പോഴേക്കും ഷാനവാസ് തിരിച്ചത് മാറ്റി പറയുവാണ്. കണ്ടോ, എല്ലാവരും കേട്ടോ, ഈ അനുമോൾ ഡോക്ടേഴ്സിനെ മൊത്തം അവഹേളിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ കാശിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്, അവർ വെറുതെയാണ് മരുന്ന് തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എല്ലാവരും കൂടി ഡോക്ടർമാരെ അവഹേളിച്ചു, അത് ഭയങ്കര ചർച്ചയാവാണ്. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ കാശിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും ആരും കേൾക്കുന്നില്ല. അപ്പോൾ ബിന്നി ഒരു ഡോക്ടറാണല്ലോ, ബിന്നി വന്ന് പറയുന്നുണ്ട്, അനു നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ് അനു എന്ന് പറയുമ്പോഴേക്കും അനു പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരത്തിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഡോക്ടർമാർ വെറുതെ കുറിച്ച് തരുന്നതെന്നാണ് പറയുന്നത്, ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനുമോളിന് സങ്കടം വന്നിങ്ങനെ കണ്ണൊക്കെ നിറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, കണ്ടോ, നീയല്ലേ പറഞ്ഞത് ബിഗ് ബോസിൽ വന്നാൽ കരയത്തില്ല, നിന്നെ ഞാൻ കരയിച്ചില്ലേ, കണ്ടോ? അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വരും. കള്ളങ്ങൾ പറഞ്ഞല്ല ഒരാളെ കരയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുവാണ് അനു. കരഞ്ഞ് ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്, അനു ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും കരയാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നിയും പറയുന്നുണ്ട്, സോറി, നീ അങ്ങനെ പറയുന്നു ഉദ്ദേശിച്ചിട്ടൊക്കെയാണ് ഞങ്ങളും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് ഉദ്ദേശിച്ചെന്ന് ബിന്നി പറയുമ്പോൾ അനുമോള് പറയും, അങ്ങനെയല്ല, ഒരാൾ നിങ്ങൾ ആ സംഭവം കണ്ടില്ലല്ലോ, കാണാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്, ഒരാളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അനു ഭയങ്കര ഡയലോഗൊക്കെയാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, രാവിലെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല, നിങ്ങൾ ആ സംഭവങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറയുവാണ് കണ്ടസ്റ്റൻസിനോട്. അപ്പോഴേ ലാലേട്ടനും എല്ലാവർക്കും പ്രേക്ഷകർക്കും അത് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ ഈ ലിപ്സ്റ്റിക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുവാണെങ്കിൽ ബിഗ് ബോസ്, കാരണം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യരുത്, കാരണം അവർ കൊടുത്തിട്ടില്ലല്ലോ, ആ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അനുമോളിനോട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടും അനുമോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അനുമോൾ പറയും, അത് പിന്നെ ആ ബേസിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഈ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആ ടോപ്പിക്ക് അവസാനിപ്പിക്കുവാണേ. പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ അതിനുള്ള ടൈമായി, പണിപ്പുര ടാസ്ക് തരാൻ പോകുവാണ്, അതിന് വേണ്ടിയിട്ട് നോമിനേഷൻ ഇല്ലാത്ത 2 പേരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കണം, വീടിനും കൂടി ഗുണം ചെയ്യുന്ന സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപയോഗിക്കാത്ത 2 പേരെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചർച്ചകളാണ് ആളെ സെലക്ട് ചെയ്യുന്നത്. ശരിക്കും ബിഗ് ബോസ് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പോലെയാണ് ഇപ്രാവശ്യത്തെ എപ്പിസോഡ്സ് ഒക്കെ പോകുന്നത്. കാരണം എപ്പിസോഡ്സ് തന്നെ ക്ലിയർ ആയിട്ട് വരുന്നില്ല, ലൈവ് ഒരു പോലത്തെ തന്നെയാണ് അവർ കാണിക്കുന്നതും. എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്നവർ മാറിയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പാനി ശരത്തും ഷാനവാസൊക്കെ കൂടി ചർച്ച ചെയ്യുവാണ്, ഇവിടെയുള്ള ആൾക്കാരുടെ മുഖം മൂടിയൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ജിസയിലോ ആ ഹിന്ദിക്കാരി പെണ്ണിലെ അവളെ നമുക്ക് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാം, അവളുടെ സ്വഭാവം പുറത്ത് വരുമെന്ന് നോക്കാം. ആക്ടിങ് ആണ്, വെറുതെ ഞാൻ അവളെ പോയി ഒന്ന് മുട്ടാൻ പോവുകയാണ്, കാരണം അവൾ ഇവിടെ മേക്കപ്പ് ഇട്ടിരിക്കാനാണോ വന്നിരിക്കുന്നത്, ഗെയിം കളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഞാൻ അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ശരത്ത് പോകുവാണേ. ഗിസേല പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്ത് ചെയ്യണം, ഞാനിവിടെ നിങ്ങളോട് പോലെ തല്ല് പിടിക്കണോ? എനിക്കങ്ങനെ തല്ല് പിടിക്കാനൊന്നും ഇഷ്ടമില്ല, നിങ്ങളെല്ലാവരും കൂട്ടം കൂടി നിന്ന് ഓരോരുത്തരായിട്ട് മാറി ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ കയറി, എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട് ഗിസേൽ. ഇവരങ്ങനെ പിന്നെ കുറേ സംസാരങ്ങളായി, ചർച്ചകളായി. ഗിസേൽ എന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല മറുപടി കൊടുക്കുന്നുണ്ട് തിരിച്ചെന്തായാലും. ഗിസേലും നല്ലൊരു റൗഡിയാണെന്നാണ് അവരോട് പറയുന്നത്. നിങ്ങളൊരു റൗഡികളുടെ ഗ്യാങ് അല്ലേ, ഞാനും അതുപോലെ ഒരു റൗഡിയാണെന്ന് പറയുന്നുണ്ട്. മലയാളം ഗുണ്ടയുടെ ഓപ്പോസിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേൽ അതേപോലെ സംസാരിക്കുന്നുണ്ട്, അതൊക്കെ തിരുത്തി കൊടുക്കുന്നുണ്ട് ബാക്കി കണ്ടസ്റ്റൻസ്.
അനുമോളുടെ അടിക്കൽ ശരിയല്ലെന്നാണ് ഗിസേൽ പറയുന്നത്. ചൂലിൻ്റെ അറ്റം മാത്രം ഒടിഞ്ഞു പോകുന്നുള്ളൂ, ചവറൊക്കെ അവിടെ തന്നെ കിടക്കുന്നെന്ന് ഗിസേൽ പറഞ്ഞിട്ട് ഗിസേൽ എന്നിട്ട് എങ്ങനെയാണ് അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലോണം അടിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അനുമോൾ ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അനുമോൾ പറയും ഞാൻ എങ്ങനെ അടിക്കുന്നുള്ളൂ, ഇത് മാറ്റാണ്, മാറ്റ് ചൂലും കൊണ്ടൊന്നും അടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗിസേൽ പറയും അവർ നമുക്ക് അത് വാക്യൂം ക്ലീനറൊന്നും തന്നിട്ടില്ലെങ്കിൽ അതിന് വേറൊരു ഉദ്ദേശം ഉണ്ടാവില്ല, അവരുടെ സ്ട്രാറ്റജിയാണത്. അപ്പോൾ നമ്മളുള്ള ചൂലും കൊണ്ട് അടിക്കണം എന്ന് ഗിസേലും നല്ലോണം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട് ഓ ഗിസേൽ ഫയർ ആയ, ഗിസേൽ മിസൈൽ ആയി എന്നൊക്കെ പറഞ്ഞ് ഗിസേലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അനുമോളിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് പണിപ്പുര ടാസ്ക് കൊടുക്കുവാണെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അകത്തു നിന്ന് സാധനങ്ങൾ എടുത്ത് പുറത്തോട്ട് വരണം. അതും 2 പേര് നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ പുറത്തോട്ട് വന്നില്ലെങ്കിൽ എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾ അതേപോലെ തന്നെ തിരിച്ചുകൊണ്ടേ വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആദില, നൂറ അതുപോലെ തന്നെ അക്ബറാണ് ഇതിനു വേണ്ടി പണിപ്പുര ടാസ്കിന് പോകുന്നത്. 15 സെക്കൻഡാണ് അവർക്ക് കിട്ടിയ സമയം. ചീട്ട് നറുക്കെടുപ്പിലൂടെയാണ് അവർക്ക് ആ സമയം കിട്ടിയത്. പക്ഷേ ഇവർക്ക് സാധനങ്ങളൊക്കെ അകത്ത് കയറിയതും 15 സെക്കൻഡിലേ ഉള്ളൂ. എളുപ്പം തീരുക തന്നെ ചെയ്തു. പുറത്തെത്തണേക്ക് മുമ്പ് തന്നെ ബസർ അടിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് പണിപ്പുരയിൽ തന്നെ കൊണ്ടുപോയി വെക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ നവീൻ എന്തൊക്കെയോ അവിടെ നിന്ന് ഒളിച്ചു നിന്ന് എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഷാനവാസ് വന്ന് ചോദിക്കുമ്പോൾ ആവി പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് സ്കൂട്ടാവുന്നുണ്ട്. പിന്നീട് അതെന്താണെന്നൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഓരോ ഡ്രസ്സുകളൊക്കെ അവിടെ കൊടുത്തു വിടുവാണ്. നമ്മുടെ നവീൻ കളർഫുൾ ഡ്രസ്സ് വേണം, ഇതാണോ എനിക്ക് യൂണിഫോം ഡ്രസ്സൊക്കെയാണ് തന്നു വിടുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് പിന്നെ നമ്മുടെ ഗിസേലിനെ ഉപദേശിക്കുവാണ്, ഏതൊരു ഫാമിലി ഓഡിയൻസ് കാണുന്ന മലയാളി പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ്, ഇവിടെ ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ഇട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രസ്സിങ് ഒക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഷോയിൽ വരുമ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം, എന്നാലേ നിനക്ക് വോട്ട് കിട്ടുള്ളൂ, ആളുകൾ അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗിസേൽ അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ സാധാരണ ഷോർട്സ് ഇടാറില്ല, പക്ഷേ എനിക്ക് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ഷോർട്സ് ഇട്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കിച്ചണിലെ അടിയാണ്. ഗിസേലിന് ചായ ഒറ്റയ്ക്കിട്ട് കുടിക്കണം. അനുമോൾ ഉണ്ടാക്കിയ ചായ ഗിസേലിന് ഇഷ്ടമായിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ഗിസേൽ പറയുന്നത് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കും. അത് കേട്ടിട്ടാണെങ്കിൽ മറ്റേ അബി എന്ന് പറഞ്ഞ അഭിലാഷ് വെറുതെ കിടന്ന് അവിടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. വല്ലാതെ കിച്ചണിൽ ഒരു വഴക്ക് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഗിസേൽ ചായ ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയാണ് പ്രശ്നം. കിച്ചൺ ടീമുകാർ പറയുന്നുണ്ട്, കിച്ചൺ ടീമിലെ ആൾക്കാർ ചായ ഉണ്ടാക്കത്തുള്ളൂ, അവരവർ കയറി ഉണ്ടാക്കാനൊന്നും നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് ഗിസേലിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗിസേൽ എപ്പോഴും പറയുന്നത് അനുമോൾ ഉണ്ടാക്കിയ ചായ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കുടിക്കും എന്നാണ് ഗിസേൽ പറയുന്നത്. പിന്നെ ബിഗ് ബോസ് വീടിന് പുറത്ത് കിടക്കുന്നവരെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. എല്ലാവരും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ഷാനവാസിനും ഗിസേലിനും ശൈത്യക്കും അതുപോലെ തന്നെ ഒരാളും കൂടിയുണ്ട്, അയാൾക്കും കൂടിയാണ് 4 പേർക്കും കൂടിയാണ് കിട്ടിയത്. ഇവർ 4 പേരും നിന്നിട്ട് പുറത്ത് കിടക്കുമെന്ന് പറയുവാണെങ്കിൽ 9 മണിയാകുമ്പോൾ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീൻ്റെ രേണുസൂദിൻ്റെ ഫൈറ്റാണ്. നവീൻ പറയുന്നുണ്ട് രേണുസൂദിനെ കണ്ടാൽ നല്ലോണം ആട്ടാൻ തോന്നുന്നു പറയുമ്പോൾ രേണുസൂദിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്കെന്നെ കണ്ട് ആട്ടാൻ തോന്നുന്നുണ്ടോ, എന്നാൽ ആട്ടടാ, നിനക്കെൻ്റെ മോൻ തുറക്കണമെന്നൊക്കെ നവീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് പറഞ്ഞ് രേണുസൂദി ചൂടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സരിക ഇടപെടുമ്പോഴേക്കും രേണു ചൂടാവുന്നുണ്ട്. സരിക ചേച്ചിയുടെ മുഖം ആരെങ്കിലും ഉരക്കണമെന്ന് പറഞ്ഞാൽ സരിക ചേച്ചിക്ക് ദേഷ്യം വരുമ്പില്ലേ, അതുപോലെ തന്നെയാണ് ഞാനും പറഞ്ഞുള്ളൂ, എൻ്റെ മുഖം ഇവന് ഉരക്കണമെന്ന്, എന്നെ ആട്ടണമെന്ന്, ആട്ടടാ, നിന്നെ ഞാൻ ആട്ടിക്കാതെ ഇവിടെ നിന്ന് വിടിലടാന്നൊക്കെ പറഞ്ഞ് രേണു ഭയങ്കരമായിട്ട് ചൂടാവുകയാണേ.